അവർക്കൊരു മൊബൈലും ഒരു നെറ്റ്വർക്കും ഉണ്ടെങ്കിൽ അവർക്കിരുന്ന് കാണാം. അവർ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം അത് നമ്മൾ പറയും. അതുപോലെ അവർ അത് കേട്ട് അത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്ലസുകളൊക്കെ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ അടുത്ത് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചോദിച്ചു. ഇനി ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് അതൊരു സ്റ്റുഡൻറ് പെർസ്പെക്റ്റീവിലും പറയാം, ആസ് എ ടീച്ചർ എന്നും സാറിന്. നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ ക്ലാസ്സിൽ ലിമിറ്റഡ് ആയ ഒരു 40-60 ക്ലാസ്സുകളിലെ കുട്ടികളെ നമ്മൾ ഉൾപ്പെടുത്താം. സൂമിലാകുമ്പോഴും നമ്മൾ സെലക്റ്റഡ് ആയ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ നമ്മൾ യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പം എനി ടൈം എനിവെയർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇതിലേക്ക് ആക്സസ് കിട്ടും. അപ്പം ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായി എന്നുള്ള ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് അവരുടെ മൈൻഡിലേക്ക് വരണ്ടാവും. ലക്ഷ്യ സ്കൂൾസിൻ്റെ ക്ലാസ് ഉണ്ടല്ലോ, ഈവനിങ് പോയിട്ട് ഒരു 1 hour ഇരുന്നാൽ മതി, റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റും, നോട്ട്സും കിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ. നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസിനോട് ഇൻട്രാക്ട് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും നമ്മൾ ലക്ഷ്യ സ്കൂൾസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നോർമലി ഒരു ക്ലാസ് എടുക്കുക എന്നതിനപ്പുറത്തേക്ക്, എസ്പെഷ്യലി ഞാൻ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ച ഒരാളാണ്. അതേപോലെ നമ്മുടെ 8 ഫാക്കൽറ്റീസും ഇത്രയും എക്സ്പേർട്ടായിട്ടുള്ള 10-ലധികം വർഷം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസുകളൊക്കെയാണ്. അപ്പോൾ അവർക്ക് ക്ലാസ് എടുക്കുന്നതോടുകൂടി തന്നെ അവർ ഗൈഡും ചെയ്യും. അതായത് നമുക്കിപ്പം 2 ദിവസം ക്ലാസ്സിൽ ഇരുന്നൊരു കുട്ടിയെ മനസ്സിലാകും ഇയാളെ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എന്തിന് ഇയാൾ ആപ്റ്റാണ്, എന്തിന് പറ്റില്ല, അതിനനുസരിച്ചിട്ട് അവരെ ഗൈഡ് ചെയ്യാനും നീ ഇത് എടുക്കണമെന്ന് ഞാൻ പറയും. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ലക്ഷ്യ സ്കൂൾ ബസ് നമ്മൾ 3 year ആയി. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 2023 സ്റ്റുഡൻറ്റ് എനിക്ക് റീസെൻ്റ്ലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാർ അന്ന് എന്നോട് CA ഫൗണ്ടേഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ CA ഫൗണ്ടേഷൻ എക്സാം ക്ലിയർ ആയി, CA ഫൗണ്ടേഷൻ ഏതാണ്, CA ഇൻ്റർ ഏതാണ്. നമുക്ക് ചിലപ്പോൾ അവരെ ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നമ്പർ സേവ് ഉള്ളവരൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഓരോരുത്തരെ നമുക്ക് മനസ്സിലാക്കിയിട്ട് അവരെ നമ്മൾ ഗൈഡും ചെയ്യും. നീ ഇത് ചെയ്യണം കേട്ടോ, നീ ഇത് ചെയ്യണ്ടെന്ന് തന്നെ പറയും ചില ആൾക്കാരോട്. കാരണം അവർക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും ഡോക്ടറാകാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല, പേഷ്യൻസും വേണ്ടേ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുകയും അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് നമ്മൾ ക്ലാസ്സിലൂടെയും അല്ലാതെയും അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ബെനിഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. അവർക്കൊരു മൊബൈലും ഒരു നെറ്റ്വർക്കും ഉണ്ടെങ്കിൽ അവർക്കിരുന്ന് കാണാം. അവർ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം അത് നമ്മൾ പറയും. അതുപോലെ അവർ അത് കേട്ട് അത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ A+ എന്നതിനപ്പുറത്തേക്ക് മുഴുവൻ മാർക്കും വാങ്ങും. ഒരുപാട് കുട്ടികൾ നമ്മൾ ക്ലാസ് കേട്ടിട്ട് 200 അക്കൗണ്ട്സ് 200 പ്ലസ് ടു ഉണ്ടാവുക, 200 വാങ്ങിയിട്ടുണ്ട്. A+കളൊക്കെ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസുകൾ തന്നെ നമ്മളിത് വിളിച്ച് പറയും, നമുക്കിത് അയച്ചേരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഓൺലൈൻ സിസ്റ്റം ആകുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്.